ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ ഹെയർ കെയർ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ എല്ലാ ദിവസവും എണീക്കുമ്പോൾ ഒരു മോർണിംഗ് റൊട്ടീനായിട്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല, നമ്മുടെ മുടി ക്ലീൻ ആക്കുക. രാവിലെ എണീറ്റ വഴി തന്നെ ചെയ്യേണ്ട ആദ്യത്തെ ഒരു ടിപ്പാണ് നമ്മുടെ തലയിലെ ജടയൊക്കെ കളഞ്ഞ് നല്ലോണം മുടി കെട്ടി വയ്ക്കുക. അന്നത്തെ ദിവസം തല കഴുകുന്നവരാണെങ്കിൽ തല കഴുകുക, ഇല്ലാത്തവരാണെങ്കിൽ നല്ലോണം മെടഞ്ഞ് കെട്ടിവെച്ച് നടക്കുക. അപ്പോൾ തന്നെ മുടിക്ക് ഒരു ഒരു ജീവൻ വയ്ക്കും. ഇതിലെ ചെടയൊക്കെ കളയാനായിട്ട് നമുക്ക് ഒരു ചീപ്പ് ആവശ്യമുണ്ട്. അത് ഇതേപോലത്തെ വിടവ് ഉള്ള ചീപ്പാണെങ്കിൽ നല്ലതായിരിക്കും. മുടി ക്ലീൻ ആക്കാൻ വേണ്ടി ഞാൻ ഇതേപോലെ 2 ദിവസത്തേക്ക് മുടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഓരോ പാർട്ടായിട്ട് ഇതേപോലെ എടുക്കുക. ഇതേപോലെ എടുത്ത് ആദ്യം കൈകൊണ്ട് മുടി ചെറുതായി, എന്നിട്ട് കോമ്പ് ഉപയോഗിച്ച് പതുക്കെ വേണമെങ്കിൽ അത് ചെയ്യാം. അടുത്ത് കുറച്ച് പുറത്തെടുക്കാം. കൈകൊണ്ട് ജട കളഞ്ഞിട്ട് വേണം നമ്മൾ കോമ്പ് കൊണ്ട് ഉപയോഗിച്ച് ഇതേപോലെ താഴത്തു നിന്ന് മുകളിലേക്ക് ജട കളയാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെല്ലാവരും മിക്കവരും ചെയ്യുന്ന ഒരു തെറ്റാണ്. ഞാനും ആദ്യം ഇതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ മുകളിൽ നിന്ന് അങ്ങോട്ട് ചെയ്യുന്ന ധൃതിക്ക് വേഗം മുകളിൽ നിന്ന് കോമ്പ് വെച്ച് ഇങ്ങനെ ഈരും. അത് അങ്ങനെ ഈരാതിരിക്കാൻ ശ്രദ്ധിക്കുക എല്ലാവരും. ഇതേപോലെ ഓരോ പാർട്ട് എടുത്ത് ഞാൻ കുറച്ച് മുമ്പ് ഈരി വൃത്തിയാക്കിയതാണ്. എന്നിട്ടും ജടയുണ്ട്. പതുക്കെ ഈരാൻ പാടില്ല കേട്ടോ. ഒരു പാട്ട് കഴിഞ്ഞു. അടുത്ത വശവും ഇതുപോലെ ഒന്ന് ചെയ്യാം. മുടി ചെടയില്ലാതെ തന്നെ ഇരുന്ന് നമുക്ക് ഒരു എന്ത് ചെയ്യും. അതേപോലെ ഒത്തിരി എണ്ണയൊന്നും തലയിൽ വെക്കാനുള്ള ആവശ്യമില്ല. നമ്മൾ ഓട്ടിയിൽ ആവശ്യത്തിന് വെക്കാവുന്ന ജട എണ്ണ മതി. ഇതേപോലെ വേണം ജട കളയാനായിട്ട്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് വേണം കെട്ടിവെക്കാൻ. ഓക്കെ, ഇതാണ് ആദ്യത്തെ ടിപ്പ്. ഇത് എല്ലാവരും ഫോളോ ചെയ്യുക. എന്നും നമ്മൾ ഒരു ദിവസത്തെ തുടക്കം തന്നെ നമ്മൾ നല്ലതാവണ്ടേ. മുടി എല്ലാവരും ഇതുപോലെ ജടയൊക്കെ കളഞ്ഞ് ഹെയർ കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ മസ്റ്റായിട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മൾ ഹെയർ ഊരി പോണേനൊക്കെ ഇത്തിരി ആശ്വാസം ഉണ്ടാവുള്ളൂ. വേഗം നമ്മൾ കുറേ ടിപ്പൊക്കെ ചെയ്ത് കുറേ വെള്ളമൊക്കെ തലയിൽ തേച്ചിട്ടൊന്നും യാതൊരു കാര്യമില്ല. നമ്മുടെ തലയിൽ എന്താണ് പ്രശ്നം എന്ന് നമ്മൾ ആദ്യം അറിയണം. ഇപ്പം ചിലവർക്ക് താരനാവാം, ചിലവർക്ക് ഓയിലിൻ്റെ പ്രശ്നമായിരിക്കും, ചിലവർക്ക്
വെള്ളത്തിൻ്റെ പ്രശ്നമായിരിക്കും. അങ്ങനെ ഓരോരുത്തർക്ക് പല രീതിയിലായിരിക്കും. ചിലർക്ക് കായ ഉണ്ടാവാം. എൻ്റെ മുടിയിൽ നല്ലോണം കായ ഉണ്ടാവും. അതൊക്കെ പോയി ഇപ്പം മുടി വളർത്തി കൊണ്ടുവന്നതാണ്. ഇപ്പം ഒരു കുഴപ്പമൊന്നുമില്ല. എല്ലാവരും അതേപോലെ ട്രൈ ചെയ്യുക. നമ്മുടെ മുടിയിൽ എന്താണ് പ്രശ്നം എന്ന് അറിഞ്ഞിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മുടി പഴയതുപോലെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ താരനുള്ള ആൾക്കാർ താരൻ പോകാനായിട്ടുള്ള ഹെയർ കെയർ ഒക്കെ ചെയ്തിട്ട് വേണം മുടി വളരാനായിട്ടുള്ളത് നമ്മൾ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഇല്ലെങ്കിൽ ഈ താരനും നമ്മൾ പിന്നെ ചെയ്യുന്ന ഹെയർ പാക്കുകളും ഇതൊക്കെ ചെല്ലുമ്പോൾ മുടി കൊഴിച്ചിൽ കൂടെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.